ഒടുവിൽ കിതച്ചുകൊണ്ട് അവളുടെ മാറിലേക്ക് വീഴുമ്പോഴും സച്ചുവിൻ്റെ നെറ്റിയിൽ അമർത്തി ഉമ്മ വയ്ക്കാൻ മറന്നില്ല അവൻ. രാവിലെ സിദ്ധു ഉണരുമ്പോൾ സാക്ഷി നല്ല ഉറക്കത്തിലാണ്. ബെഡ്ഷീറ്റ് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അപ്പോഴത്തെ ഒരു കുസൃതിയിൽ അവൻ ബെഡ്ഷീറ്റ് താഴേക്കാക്കിയതും അവൾ അതൊന്നുകൂടി ബലം പിടിച്ചു വെച്ചു. കുറച്ചു നേരം കൂടി ഉറങ്ങട്ടെ കണ്ണേട്ടാ, നല്ല സുഖമുണ്ട് എവിടെ കിടക്കാൻ. നേരം വെളുത്തു മോളെ, ബാക്കിയൊക്കെ ഇനി റൂമിൽ വന്ന് കിടന്നുറങ്ങിക്കോ. ഇപ്പോൾ തന്നെ സമയം 7 7. അയ്യോ ഏട്ടൻ, വിച്ചുവിൻ്റെ റൂമിൽ പോയി ഫ്രഷ് ആകുമോ? ഞാൻ പെട്ടെന്ന് ഒരുങ്ങട്ടെ. അതിന് നീ രാവിലെ തന്നെ എവിടെ പോകുന്നു? ഇന്ന് സൺഡേ അല്ലേ, നല്ലൊരു ദിവസമായിട്ട് അമ്പലത്തിൽ പോകണ്ടേ? വെറുതെ സംസാരിച്ച് നിൽക്കാതെ ഒന്ന് പോയി കുളിച്ചിട്ട് വാ. അമ്പലം അടയ്ക്കുന്നതിന് മുൻപ് അവിടെ എത്തണം. രാവിലെ തന്നെ ഇനി അതിന് വഴക്ക് വേണ്ട, ഞാൻ ദാ പോയി. കുളിച്ചു കഴിഞ്ഞ് സിദ്ധു വരുമ്പോൾ കാണുന്നത് സെറ്റുമുണ്ടും ഭംഗിയിലുടുത്ത് കണ്ണെഴുതുന്ന സച്ചുവിനെയാണ്. ഡ്രസ്സ് എടുക്കാൻ അലമാര തുറന്നപ്പോഴേക്കും സച്ചു അത് തടഞ്ഞു. കണ്ണേടനുള്ളത് ഞാൻ വാങ്ങിയിട്ടുണ്ട്, അതിട്ടിട്ട് അമ്പലത്തിൽ വന്നാൽ മതി. സച്ചുവിൻ്റെ ഡ്രസ്സിന് ചേരുന്ന ഒരു മുണ്ടും ഷർട്ടുമായിരുന്നു ആ കവറിൽ. സിദ്ധു അതിട്ട് റെഡിയായി താഴേക്ക് ഇറങ്ങിയതും സച്ചുവും സാരി ഒന്നുകൂടി ശരിയാക്കിയിട്ട് അവൻ്റെ കൂടെ ഇറങ്ങി. വീടിൻ്റെ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കാണ് അവർ പോയത്. ബൈക്കിൽ പോകാനുള്ള ദൂരമുള്ളായിരുന്നുവെങ്കിലും സച്ചിക്ക് സാരി എടുത്തുകൊണ്ട് കയറാനും ഇറങ്ങാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് മനസ്സിലാക്കി കാറിലായിരുന്നു അവർ പോയത്. കാർ പാർക്കിംഗ് ഏരിയയിൽ ഇട്ടിട്ട് സിദ്ധുവിൻ്റെ കൈ പിടിച്ച് അമ്പലത്തിലേക്ക് നടക്കുന്നതിനിടെ അവരുടെ മുന്നിലേക്ക് വരുന്ന ആളെ കണ്ട് സച്ചി സിദ്ധുവിൻ്റെ കയ്യിൽ ഉള്ള പിടി ഒന്നുകൂടി മുറുക്കി. ഇന്നല്ലേ സംഭവബഹുലമായ വിവാഹത്തിൻ്റെ ആദ്യ വാർഷികം. ഹാപ്പി വെഡ്ഡിംഗ് ആനിവേഴ്സറി. എന്നും ഇങ്ങനെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റട്ടെ. സിദ്ധുവിൻ്റെ കൈ പിടിച്ച് ആയുഷ് പറഞ്ഞതും സാക്ഷിയുടെ കിളികൾ പറന്നു. സിദ്ധുവിൻ്റെയും അവസ്ഥ അത് തന്നെ. ഒരു വാക്ക് തർക്കമല്ലെങ്കിൽ അടി പ്രതീക്ഷിച്ചെടുത്ത് മുന്നിൽ പായസം വന്ന അവസ്ഥ. താങ്ക് യു സാർ. അത്രമാത്രം സിദ്ധുവും പറഞ്ഞു. നല്ലൊരു ദിവസമായി വെറുതെ ഒരു വാക്ക് തർക്കത്തിന് അവനും ആഗ്രഹമില്ലായിരുന്നു. സുഖമല്ലേ സച്ചി നിനക്ക്? എക്സാമൊക്കെ നന്നായി കഴിഞ്ഞോ? ആയുഷിൻ്റെ ചോദ്യം കേട്ടതും സച്ചിയുടെ ബാക്കിയുള്ള തലയിലെ കിളികൾ കൂടി നാട് വിട്ടു. സിദ്ധു കയ്യിൽ തട്ടിയപ്പോഴാണ് പെണ്ണിന് ബോധം തിരിച്ചു വന്നത്. ആ അതെ അതെ അപ്പുവേട്ടാ, ഏട്ടനെന്താ ഇവിടെ? അമ്പലത്തിൽ പ്രാർത്ഥിക്കാനല്ലാതെ പിന്നെ എന്തിനാ മോളെ വരുന്നത്? ചെറിയൊരു ചിരിയോടെ ആയുഷ് പറഞ്ഞതും മുന്നിൽ നടക്കുന്ന കാര്യങ്ങൾ സത്യമാണോ അതോ സ്വപ്നമാണോ എന്ന ചിന്തയിലായിരുന്നു സാക്ഷി. അവൾ വെറുതെ പറഞ്ഞതായിരിക്കും സാർ. നിങ്ങൾ അകത്ത് കയറിയില്ലല്ലോ, വന്നതല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ, ഞാൻ ഇറങ്ങുക. എൻജോയ് യുവർ ഡേ ഗൈസ്. ഒരു ചിരിയോടെ ആയുഷ് പറഞ്ഞിട്ട് പോയതും സാക്ഷി ഇപ്പോൾ ഇവിടെ ആരാ പടക്കം പൊട്ടിച്ചത് എന്ന അവസ്ഥയിൽ സിദ്ധുവിനെ നോക്കി. ആ സമയം ചെക്കൻ അവൻ്റെ ഷർട്ട് ഊരി അവിടെ കയ്യിലിട്ട് കൊടുത്തു. വെറുതെ ഇവിടെ നിന്ന് സ്വപ്നം കാണാതെ വാ പെണ്ണെ. വീട്ടിലെത്തിയിട്ട് ഒരുപാട് ജോലി വേറെയുള്ളതാ. എന്ത് സ്വപ്നം കണ്ട് നിൽക്കുക? അപ്പുവേട്ടൻ നമ്മളോട് നമ്മുടെ ആനിവേഴ്സറി ഓർമ്മ വിഷ് അതാണോ? അത് ചിലപ്പോൾ നിന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി കണ്ട് കാണും. ഇന്നലെ രാത്രി തന്നെ നിരത്തി പിടിച്ച് കുറേ ഇട്ടിട്ടില്ലേ? അതിനി നാട്ടിൽ കാണാൻ വേറെ ആരും കാണില്ല. വെറുതെ കളിയാക്കലേ കണ്ണേട്ടാ, ഞാൻ സീരിയസ് ആയി പറഞ്ഞതാണ്. ഞാനും സീരിയസ് ആണ് ഭാര്യ. ഇനി ബാക്കിയടി വീട്ടിൽ പോയിട്ടിടാം, അല്ലെങ്കിൽ നടയടക്കും. അമ്പലത്തിൽ നിന്നിറങ്ങിയപ്പോൾ അവരെ കാത്തെന്ന പോലെ സാക്ഷിയുടെ അമ്മയുണ്ടായിരുന്നു. അമ്മയെ കണ്ടതും സച്ചി സിദ്ധുവിൻ്റെ കൈ പിടിച്ച് അവരുടെ അടുത്തേക്കെത്തി. അച്ഛൻ എവിടെ അമ്മേ? അച്ഛൻ വന്നില്ല. ഇന്നല്ലേ കല്യാണം കഴിഞ്ഞ് 1 വർഷമാകുന്നത്. നന്നായി ജീവിക്കണേ. അമ്മ ഒരു തെറ്റ് ചെയ്തു. ചെറിയ തെറ്റല്ല, വലിയ തെറ്റ്. ക്ഷമ ചോദിക്കാൻ പോലുമുള്ള അർഹതയില്ല. എങ്കിലും അത് പറയാൻ ഇതിലും നല്ല ദിവസം വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല. എടുത്തുചാട്ടമായിരുന്നുവെങ്കിലും ഇന്ന് സിദ്ധുമോൻ്റെ കൂടെ മോൾ സന്തോഷവതിയായിരിക്കുമെന്ന് അമ്മയ്ക്കറിയാം. എന്നും ഇങ്ങനെ തന്നെ ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. മോനോട് കൂടിയാണ്. അമ്മയോട് ക്ഷമ. ബാക്കി പറയുന്നതിന് മുൻപ് സിദ്ധു അവരെ തടഞ്ഞു. എന്നോട് മാപ്പൊന്നും പറയണ്ട അമ്മേ. എനിക്ക് ആരോടും ഒരു ദേഷ്യവുമില്ല. പിന്നെ കഴിഞ്ഞതൊക്കെ പെട്ടെന്ന് മറക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ലല്ലോ. പിന്നെ കുറച്ച് സമയം വേണം, അത്രയുള്ളൂ. അച്ഛനോടും അമ്മയോടും മനസ്സിൽ മുഴുവൻ ദേഷ്യമായിരുന്നുവെങ്കിൽ ഞങ്ങളിടയ്ക്ക് അവിടേക്ക് വരില്ലല്ലോ. തെറ്റ് ചെയ്യാത്തവർ ആരുമില്ല എന്നല്ലേ? നിങ്ങളെല്ലാവരും അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റ് എനിക്ക് വലിയൊരു ശരിയായിരുന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് നഷ്ടപ്പെട്ട പല സൗഭാഗ്യങ്ങളും എൻ്റെ പെണ്ണ് കാരണം തിരിച്ചു കിട്ടി. അതുകൊണ്ട് എനിക്ക് ആരോടും ഒരു ദേഷ്യവുമില്ല അമ്മേ. ഇനി മാപ്പും പറയണ്ട. എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ. വീട്ടിൽ വിച്ചു മാത്രമേ ഉള്ളൂ. പോയിട്ട് വാ. അമ്മ വരുന്നോ? ഇല്ല, നിങ്ങൾ പോയി വാ. ഞാൻ കാറിലാണ് വന്നത്.
തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയിൽ കാറിലിരുന്നപ്പോഴും സാക്ഷി മനഃപൂർവ്വം ആയുഷിൻ്റെ കാര്യം ഇടയ്ക്കിട്ടില്ല. സിദ്ധുവിന് അത് ഇഷ്ടമല്ല എന്ന് അമ്പലത്തിൽ വെച്ച് തന്നെ അവൾ മനസ്സിലാക്കിയതാണ്. എങ്കിലും അവനെന്താ അങ്ങനെ പറഞ്ഞത് എന്ന് ഉള്ളിലൊരു ചോദ്യമായി. കണ്ണേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? അത് ഇന്നലെ നമ്മൾ പ്രിക്കോഷൻ എടുത്തിട്ടില്ലായിരുന്നു. ഓഫ്, ഞാനത് മറന്നുപോയി. നിനക്കൊന്ന് ഓർമ്മിപ്പിച്ചു കൂടായിരുന്നു? ആ, അതൊന്നും സാരല്ല, കുഴപ്പമൊന്നും കാണില്ല. നീ വെറുതെ ഇനി അതിന് ടെൻഷനാകണ്ട. ഓർമ്മിപ്പിക്കാൻ പറ്റിയ അവസ്ഥ ആയിരുന്നില്ലല്ലോ. ഓൾ ഈസ് വെൽ, അങ്ങനെ പറയാം ഇനി. തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ മുറ്റത്ത് തന്നെ 2 ബൈക്ക് കണ്ട് മനസ്സിലായി അർജുവും ദീക്ഷിതും എത്തിയെന്ന്. അകത്തേക്ക് കയറിയപ്പോൾ അവരുടെ കൂടെ തന്നെ സ്നേഹയും ആരുവുമുണ്ട്. ഡ്രസ്സ് മാറി വന്ന് സിദ്ധു അവർക്ക് കമ്പനി കൊടുത്തപ്പോഴേക്കും പെൺകുട്ടികൾ അടുക്കളയിലേക്ക് വലിഞ്ഞു. വിച്ചു അപ്പോഴും ഉറക്കം തന്നെ. അതിനി സാക്ഷി വിളിക്കാതെ ഉണരത്തുമില്ല. ഡാ സിദ്ധു, നീ എന്ത് ഗിഫ്റ്റാണടാ എൻ്റെ അനിയത്തിക്ക് കൊടുക്കാൻ പോകുന്നത്? ഒരു ക്ലൂ എങ്കിലും താടാ. എന്ത് ക്ലൂ? ഒരു ക്ലൂ ഇല്ല. 2 പേരും കൂടി ഈ ഹാളൊന്ന് ഡെക്കറേറ്റ് ചെയ്യും. വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പോഴേക്കും ഞാൻ പോയി ഓർഡർ ചെയ്ത കേക്ക് വാങ്ങിയിട്ട് വരാം. കേക്ക് കട്ടിങ് വൈകിട്ട് ചെയ്താൽ പോരെ? പറ്റില്ല, വൈകിട്ട് വേറെ കുറച്ച് പരിപാടിയുണ്ട്. അതുകൊണ്ട് കേക്ക് കട്ട് ചെയ്തിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാം. ഇപ്പോൾ ഈ തോരണമൊക്കെ എവിടെയെങ്കിലും ഒട്ടിച്ച് വെക്ക്. ആ തോരണത്തിൽ കൈവച്ച വെക്കുന്ന കൈ ഞാൻ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് തല്ലി ഒടിക്കും. എവിടെ നിന്നാണ് ആ അശരീരി എന്ന രീതിയിൽ നോക്കിയപ്പോൾ കാണുന്നത് ഒരു ഷോർട്സ് മാത്രം ഇട്ട് താഴേക്ക് ഇറങ്ങി വന്ന വിച്ചുവിനെയാണ്. ഒന്ന് പോയി ഒരു ഷർട്ട് എടുത്തിട്ടിടടാ ചെക്ക. ഇവിടെ വേറെ പെൺകുട്ടികളൊക്കെയുണ്ട്. ഓ പിന്നെ, ഒന്ന് പോടാ ഹേ. ഷർട്ടില്ലാതെ നടക്കുന്നത് അത്രയ്ക്ക് കുറ്റമൊന്നുമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളും മൂരി കളഞ്ഞോ ഷർട്ട്. ഇവിടെ ആർക്കും ഒരു കുഴപ്പവുമില്ല. പിന്നെ ഡെക്കറേഷൻ സാധനങ്ങൾ വാങ്ങിയത് ഞാനാണെങ്കിൽ എനിക്കറിയാം എന്താ ചെയ്യേണ്ടത് എന്ന്. അതിലാരെങ്കിലും കൈകടത്താൻ വന്നാൽ കൊല്ലും ഞാൻ. എൻ്റെ ഏട്ടൻ്റെ വാർഷികത്തിന് ഞാൻ തന്നെ എല്ലാം അലങ്കരിക്കും. പിന്നെ ഏട്ടനെ തിരിച്ചു ചെയ്യണമെന്ന് തോന്നിയാൽ എൻ്റെ 3ാമത്തെ കൊച്ചിൻ്റെ പിറന്നാൾ ദിവസം ചേട്ടൻ അങ്ങനെ ചെയ്തു. ഇതും പറഞ്ഞ് സിദ്ധുവിൻ്റെ കവളിൽ ഒരു ഉമ്മയും കൊടുത്തപ്പോഴേക്കും സാക്ഷി ശബ്ദം കേട്ട് അടുക്കളയിൽ നിന്ന് ഇറങ്ങി വന്നു. സാക്ഷിയെ കണ്ടപ്പോൾ ഓടിപ്പോയി അവൾക്കും ഒരു കിസ് കൊടുത്തിട്ട് ഉരുട്ടിക്കയറ്റാൻ വേണ്ടി ജിം സെറ്റ് ചെയ്ത് റൂമിലേക്ക് വിച്ചു പോയപ്പോൾ അവനുള്ള ചായ എടുക്കാൻ വേണ്ടി സച്ചു അടുക്കളയിലേക്കൂടി. വിച്ചു പോയി കിസ് കൊടുത്തിട്ടും അവൾക്കൊരു ഭാവവ്യത്യാസവും ഇല്ലല്ലോ സിദ്ധു. ആരും ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ അടി പൊട്ടിയേനെ. അതിന് ആരും അല്ലല്ലോ എൻ്റെ ഭാര്യ. വിച്ചു അവന് ഒരുപാട് സന്തോഷമുള്ളപ്പോൾ ഇങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കുന്നത്. പിന്നെ ഇന്ന് നിങ്ങൾ കണ്ടതുപോലെ തന്നെ സച്ചി തിരിച്ചും കൊടുക്കാറുണ്ട്. അതിനൊന്നും മറ്റൊരു അർത്ഥമില്ല. അവൾ ഏട്ടത്തിയമ്മയാണ്, അമ്മയുടെ സ്ഥാനമാണ് സച്ചുവിന് വിച്ചുവിൻ്റെ ലൈഫിൽ. ഇങ്ങനെ ചിരിച്ചും കളിച്ചും നടക്കുന്നത് നിങ്ങൾ കാര്യമാക്കണ്ട. ഒരു കാര്യം വന്നാൽ സച്ചു പറയുന്നതിൻ്റെ അപ്പുറം വിച്ചു ചെയ്യില്ല. എന്നോട് തർക്കിക്കും. പക്ഷേ സച്ചു പറഞ്ഞാൽ പിന്നെ അവൻ സൈലൻ്റാണ്. ഇതിൽ രസം എന്താന്ന് വെച്ചാൽ ഒരു കാര്യത്തിലും അവൾ അവനെ തടയില്ല. രണ്ടും ഒറ്റ കെട്ടാണ്, ലവനും കുശനും പോലെ. ഒരു തവണ സച്ചു പിണങ്ങി മിണ്ടാതെ നടന്നതിന് ആ ദിവസം മുഴുവൻ നിരാഹാരം കിടന്നവനാണ് ഇപ്പോൾ അകത്തേക്ക് കാവടിത്തുള്ളി പോയത്. അവൻ്റെ അമ്മാളും അല്ലേ അവള്. ഭാര്യയെയും അനിയനെയും കുറിച്ച് പറയുമ്പോൾ 100 നാവാണ്. എന്നാൽ ബിസിനസ് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എല്ലാം അവനൊരു ചിരിയും. ഇപ്പോൾ നമ്മുടെ എക്സാമൊക്കെ കഴിയാറായി. ഇനി പറ, എപ്പോഴാ സിദ്ധാർത്ഥ വിശ്വനാഥിൻ്റെ ഗ്രാൻഡ് എൻട്രി ബിസിനസ്സിലേക്ക്? അതിന് ഞാൻ ഇപ്പോഴേ ബിസിനസ്സിൽ എൻട്രി നടത്തി കഴിഞ്ഞല്ലോ അർജു. വർഷങ്ങളായി. ഡാ പുല്ലേ, നീ ഒരുപാട് കിടന്ന് ഉരുളല്ലേ. നിനക്കും ഞങ്ങൾക്കും നല്ല വ്യക്തമായിട്ടറിയാം ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്തായെന്ന്. എന്നിട്ട് അവൻ പറയുന്നത് കേട്ടില്ലേ, ഒന്നും അറിയാത്തൊരു വാവ. എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെ സമയമില്ലേ ചേട്ടന്മാരെ. നിങ്ങളിങ്ങനെ ആക്രാന്തം കാണിക്കാതെ. രാവിലെയുള്ള യുദ്ധം കഴിഞ്ഞ് അവരുടെ അടുത്തേക്ക് വന്ന വിച്ചു ആയിരുന്നു അത്. ഡാ വിച്ചു, നിനക്കൊട്ടും ആകാംക്ഷയില്ല ഈ കാര്യത്തിൽ. ആകാംക്ഷയോ? എന്തിനെ? ഏട്ടൻ ബിസിനസ്സിൽ വരുന്നതിനോ? അതെ. ഈ ചോദ്യത്തിനുള്ള ഉത്തരം തരാനാണെങ്കിൽ ടു ബി ഫ്രാങ്ക്, നോ. അതെന്താ അങ്ങനെ? കാരണം ചോദിച്ചാൽ ഒന്നേ ഉള്ളൂ അർജു ചേട്ടാ. ഈ ഇരിക്കുന്ന മനുഷ്യൻ്റെ തല മറ്റാരേക്കാളും എനിക്ക് നന്നായി അറിയാവുന്നത് കൊണ്ട്. ഏട്ടൻ മറ്റുള്ളവരുടെ മുന്നിൽ മുഖം കാണിച്ചാലും ഇല്ലെങ്കിലും മംഗലത്ത് ഗ്രൂപ്പ് വളരും. അതിനു വേണ്ടത് എൻ്റെ ഏട്ടൻ ചെയ്യും. ഒന്നും അറിയാത്ത പ്രായത്തിൽ ഞങ്ങളുടെ കമ്പനി ഇത്ര വളർന്നെങ്കിൽ ഇനിയുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. പ്രസാദ് അങ്കിളും കിച്ചുചേട്ടനും ഇതിൽ ഒരു പ്രധാന ഘടകവുമാണ് എന്ന് മറന്നല്ല ഞാൻ പറയുന്നത്. പിന്നെ മറ്റുള്ളവരുടെ മുന്നിൽ ആളാകാനായിരുന്നുവെങ്കിൽ ഏട്ടനത് എപ്പോഴേ ആകാമായിരുന്നു. ഇത്ര നാൾ കാത്തിരിക്കേണ്ട കാര്യമില്ല. നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത് ആയുസാറിൻ്റെയും കുടുംബത്തിൻ്റെയും കാര്യമാണെന്ന് എനിക്കറിയാം. അവർ തെറ്റ് ചെയ്തു എങ്കിൽ അതിൻ്റെ ശിക്ഷ എപ്പോഴാണെങ്കിലും അവർക്ക് കിട്ടും. കേട്ടിട്ടില്ലേ, കർമ്മ ഈസ് എ ബൂമറാങ്.
ചേട്ടൻ്റെ അനിയനല്ലേ, ഇങ്ങനെ പറഞ്ഞില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം. എല്ലാം കേട്ട് അർജുവും ദീക്ഷിതും അറിയാതെ പറഞ്ഞുപോയി. അടുക്കളയിൽ കാര്യമായ കുക്കിങ്ങിലാണ് സച്ചു. തിന്ന് സഹായിച്ച ആരും സ്നേഹയും കൂടെയുണ്ട്. മോളെ സച്ചി, നീ എങ്ങനെയാണടി ഇതെല്ലാം ഇത്ര പെട്ടെന്ന് ഉണ്ടാക്കാൻ പഠിച്ചത്? നിന്റെ കണ്ണേട്ടനെ ഈ അടുക്കളയിൽ സഹായത്തിനൊരാളെ വെച്ചൂടെ? എല്ലാം നീ തന്നെ ചെയ്യണോ? ഈ വീട് തന്നെ ദിവസവും വൃത്തിയാക്കാൻ നല്ല സമയം വേണ്ടി വരുമല്ലോ. വീട് 2 ദിവസം കൂടുമ്പോൾ ഒരു ചേച്ചി വന്ന് വൃത്തിയാക്കും. അടുക്കളയിൽ വേറെ ആരും വേണ്ട എന്ന് ഞാൻ തന്നെയാണ് പറഞ്ഞത്. എന്തിന്? ആവോ, എനിക്കിഷ്ടല്ല വേറെ ഒരാൾ ഉണ്ടാക്കുന്ന ആഹാരം കണ്ണേട്ടനും വിച്ചുവും കഴിക്കുന്നത്. ഇന്ന് നിങ്ങളൊക്കെ വന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ചേട്ടനും അനിയനും കാണും എൻ്റെ കൂടെ ഇവിടെ. ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നത് കണ്ണേട്ടനായിരിക്കും. ഞാനും വൈച്ചും സപ്പോർട്ട് സ്റ്റാഫ്. നല്ല രസാ. ശരിക്കും നിനക്ക് നിന്റെ വീടിനേക്കാൾ ഇഷ്ടം ഇവിടെയാണോ സച്ചി? ആരു ചോദിച്ചതും സച്ചി അവളുടെ കയ്യിലേക്ക് കുറച്ച് ഉണ്ണിയപ്പം വെച്ച് കൊടുത്തു. ശരിക്കും എൻ്റെ സ്വർഗം ഇതാണ് ആരു. ചേട്ടനും അനിയനും ഓരോ ദിവസവും സ്നേഹം കൊണ്ട് എന്നെ ചേർത്ത് പിടിക്കുകയാണ്. ഇതിനും വേണ്ടി എന്ത് പുണ്യാണാവോ ഞാൻ ചെയ്തത്. ഈ ലൈഫിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് മക്കളെ. അതൊക്കെ സമ്മതിച്ചു. വിവാഹ വാർഷികത്തിന് നിനക്ക് എന്ത് ഗിഫ്റ്റാണ് നിന്റെ കെട്ടിയോൻ തന്നത്? നീ കൊടുത്തോ ഗിഫ്റ്റ്? കണ്ണേട്ടൻ രാവിലെ കിസ് തന്നു. അല്ലാതെ എനിക്ക് വേറെ ഗിഫ്റ്റൊന്നും തന്നില്ല. പിന്നെ ഞാൻ കൊടുത്ത സമ്മാനമാണ് രാവിലെ ഏട്ടനിട്ട മുണ്ടും ഷർട്ടും. ദൈവമേ, കോടികൾ ആസ്തി ഉള്ളവളാണോ ഈ പറയുന്നത്? മുണ്ടും ഷർട്ടും പോലും. കുറച്ച് എക്സ്പെൻസീവ് സമ്മാനം കൊടുക്കാൻ നിന്റെ കയ്യിൽ സ്വന്തമായി പൈസയൊന്നുമില്ലേ സച്ചി? നീ ഷോപ്പിങ്ങൊക്കെ പോകുന്നത് പിന്നെ എങ്ങനെയാ? ഷോപ്പിങ്ങൊക്കെ പോകുന്നത് ഏട്ടൻ്റെ കൂടെയല്ലേ? അതിനൊക്കെ ബില്ല് കണ്ണേട്ടനാണ് കൊടുക്കുന്നത്. വൈച്ചുവിൻ്റെ കൂടെ പോയാൽ അവൻ കൊടുക്കും ബില്ല്. ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് പോകാറില്ല. പിന്നെ കയ്യിൽ വയ്ക്കാൻ കണ്ണേട്ടൻ്റെ പേഴ്സിൽ നിന്ന് എടുക്കും. അതിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ. പിന്നെ ബാങ്ക് അക്കൗണ്ട്, ATM കാർഡൊക്കെ ഉണ്ട്. ഞാനതൊന്നും നോക്കാറില്ല. ഒരിക്കൽ കോളേജിൽ ഐസ്ക്രീം കഴിക്കാൻ തന്നപ്പോൾ ഫോൺ പേ വഴി പൈസ അടച്ച് 2 ഐസ്ക്രീം വാങ്ങി, അത്രമാത്രം. നിന്റെ ഫോൺ എവിടെ സച്ചി? ദേ ഫ്രിഡ്ജിൻ്റെ മുകളിലുണ്ട്. സച്ചുവിൻ്റെ ഫോൺ എടുത്ത് അക്കൗണ്ട് ബാലൻസ് നോക്കിയ സ്നേഹ ചിരിക്കണോ കരയണോ എന്നറിയാത്ത അവസ്ഥയായി. 18 ലക്ഷം അക്കൗണ്ട് ബാലൻസ് കിടക്കുന്നവളാണ് ഐസ്ക്രീം കഴിച്ചെന്ന് വലിയ കാര്യത്തിൽ ഈ പറഞ്ഞത്. നമിച്ചു പൊന്നേ നിന്നെ. ലക്ഷത്തിൽ ഒരെണ്ണം കാണും നിന്നെ പോലെ. ഞാനൊക്കെ 1000 രൂപ അക്കൗണ്ടിൽ അച്ഛനിട്ട് തന്നാൽ ആ നിമിഷം പോകും ലുലുമാളിൽ. അത് തീർന്നാൽ മാത്രം പിന്നെ സമാധാനം കാണും. രാവിലെ എല്ലാവരും കൂടി ഒരുമിച്ചാണ് ആഹാരം കഴിച്ചത്. പിന്നീട് ടേബിളിൽ സെറ്റ് ചെയ്ത കേക്ക് സിദ്ധുവും സാക്ഷിയും കൂടി ചേർന്ന് മുറിച്ച് തമ്മിൽ കൊടുത്തു. ശേഷം വിച്ചുവിനെ കേക്കിൽ കുളിപ്പിക്കുകയും ചെയ്തു അവർ. അങ്ങനെ ആഘോഷമൊക്കെ കഴിഞ്ഞു. ഇനി നിന്റെ പെണ്ണിനുള്ള ഗിഫ്റ്റ് എവിടെ? കാണിക്കേ. കാണണോ സച്ചു നിനക്ക്? അവളുടെ കയ്യും പിടിച്ചവൻ പോയത് പുറത്തേക്കാണ്. കാര്യം കാണാനുള്ള ആക്രാന്തത്തിൽ ബാക്കിയുള്ളവരും പോയി പുറകിൽ. ഇതെല്ലാം കണ്ട് ചിരിയോടെ വിച്ചു ലാസ്റ്റും. അവർ നേരെ പോയത് ഒരു കാറിൻ്റെ അടുത്തേക്കാണ്. ഷീറ്റ് ഇട്ടിരുന്നത് കൊണ്ട് ഏത് കാറാണെന്ന് ആർക്കും മനസ്സിലായില്ല. സിദ്ധു പറഞ്ഞതും സാക്ഷി അവരുടെ കൈകൊണ്ട് തന്നെ ആ ഷീറ്റ് മാറ്റി. മുന്നിൽ കിടക്കുന്ന വണ്ടി കണ്ട് ദീക്ഷിതും അർജുവും വാ തുറന്ന് നിന്നപ്പോൾ ഇതേതാ റോഡിലൊന്നും അധികം കാണാത്ത വണ്ടി എന്ന ചിന്തയായിരുന്നു ആരുവിനും സ്നേഹിക്കും. സാക്ഷി സന്തോഷം കൊണ്ട് സിദ്ധുവിനെ കെട്ടിപ്പിടിച്ചു നിന്നു. അവരുടെ വിവാഹ വാർഷികത്തിന് സിദ്ധു കൊടുത്ത ഗിഫ്റ്റ് ഒരു കാറാണ്. അതും 3 കോടി വില വരുന്ന ഓടി. ഒരിക്കൽ നീ എന്നോട് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ സച്ചു? നമ്മുടെ കല്യാണം കഴിഞ്ഞ അടുത്ത ദിവസം കാറ് വാങ്ങണമെന്ന് പറഞ്ഞപ്പോൾ നീ പറഞ്ഞത് എങ്കിൽ ഓടി കാർ വാങ്ങാമെന്ന്. അപ്പോൾ ഞാൻ പറയുകയും ചെയ്തു, ഇപ്പോഴല്ല, ഒരിക്കൽ നിനക്ക് ഞാനത് വാങ്ങിത്തരുമെന്ന്. ഇറ്റ്സ് ഫോർ യു മൈ ലവ്. ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി. മുന്നിൽ കണ്ടത് സത്യമാണോ സ്വപ്നമാണോ എന്ന് മനസ്സിലാകാതെ നിന്നപ്പോഴാണ് വിച്ചു അവരുടെ കയ്യിൽ അമർത്തി പിടിച്ചത്. എൻ്റെ ഏട്ടത്തേക്ക് ഏട്ടൻ മാസങ്ങൾക്ക് മുൻപ് ബുക്ക് ചെയ്ത ഗിഫ്റ്റാണ്. എന്നോട് പറയരുത് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ മിണ്ടിയില്ല. സ്വപ്നമല്ല, സത്യം തന്നെയാണ് അമ്മാളു. ഇഷ്ടായോ നിനക്ക്? ഇഷ്ടായോന്നോ? ഒരുപാട് ഒരുപാട് ഇഷ്ടമായി. ലവ് യു കണ്ണേട്ടാ. നമുക്കിതിൽ എവിടെയെങ്കിലും പോകാം. വൈകിട്ട് പോകാം, ഒരു ചെറിയ ട്രിപ്പ്, ജസ്റ്റ് ഒരു ഡ്രൈവ്. 2 പേരും റെഡിയായാൽ മതി. നിങ്ങൾ റൊമാൻസിക്കാൻ പോകുന്നതിനിടയ്ക്ക് ഞാനെന്തിനാ? കപ്പിൾസ് 2 കൂടി പോയാൽ മതി. ഞാനിവിടെ തന്നെ കാണും. നിന്നോട് വരുന്നോ എന്ന് ആരും ചോദിച്ചില്ല വിച്ചു. വരാനാണ് പറഞ്ഞത്. അതുകൊണ്ട് കൂടുതൽ ഡയലോഗ് എനിക്ക് കേൾക്കണ്ട. മര്യാദയ്ക്ക് കൂടെ വന്നോണം. ഇല്ലെങ്കിൽ ബാക്കി പറയാൻ സമ്മതിക്കാതെ സച്ചുവിൻ്റെ കയ്യിൽ കയറി പിടിച്ചു. ഇന്ന് വെറുതെ വഴക്ക് വേണ്ട വൈച്ചു. നിന്നോട് വരാൻ കണ്ണേട്ടനല്ലേ പറഞ്ഞത്? അപ്പോൾ പിന്നെ വന്നാൽ മതി. പോയി ഡ്രസ്സ് മാറിയിട്ട് വാ. നിങ്ങൾ ഇപ്പോഴേ പോകുവാണെങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ.
പിന്നെ എൻ്റെ കല്യാണമാണ് അടുത്ത മാസം എന്ന് രണ്ടുപേരും മറക്കരുത്. ഒരാഴ്ച മുൻപേ കുഞ്ഞ് അവിടെ എത്തിയേക്കണം. സിദ്ധുവിനെ ഞാൻ നിർബന്ധിക്കില്ല. പക്ഷേ എൻ്റെ പെങ്ങൾ എൻ്റെ കൂടെ തന്നെ വേണം. ഈ 1 മാസം കഴിഞ്ഞുള്ള കല്യാണത്തിന് എന്തിനാ മിസ്റ്റർ ഇപ്പോഴേ ഡ്രസ്സൊക്കെ എടുത്തത്? എല്ലാം സമയം പോലെ പോരെ? വിച്ചുവിനായിരുന്നു സംശയം. അത് പിന്നെ കർക്കിടക മാസത്തിൽ നല്ല കാര്യങ്ങളൊന്നും ചെയ്യരുത് പോലും. ഞാനായി ഇനി നല്ല കാര്യങ്ങൾ നടത്തി പേരുദോഷം വേണ്ട എന്ന് വെച്ചു. എങ്കിൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. വാ ആരു. ഇന്ന് കുറച്ച് കറക്കമുള്ള ദിവസമാണ്. നടക്കട്ടെ. സിദ്ധു പറഞ്ഞതും ദീക്ഷിതിൻ്റെ കൂടെ തന്നെ അർജുവും സ്നേഹയും പോയി. കുറച്ച് ദിവസമായി പല അസ്വസ്ഥതയും ഉണ്ടെങ്കിലും സിദ്ധു വഴക്ക് പറയുമെന്ന് പേടിച്ച് സാക്ഷിയൊന്നും അവനോട് പറഞ്ഞില്ല. ഇന്ന് കോളേജിൽ പോകാൻ ഒരുങ്ങിയപ്പോഴാണ് തല കറങ്ങുന്നത് പോലെ തോന്നിയത്. വിച്ചുവിനോട് പറഞ്ഞാൽ അവനും കോളേജിൽ പോകില്ല എന്നറിയാവുന്നത് കൊണ്ട് ഇന്ന് കോളേജിൽ വരാൻ മൂടില്ല, നാളെ വരാമെന്ന് പറഞ്ഞ് ഒരുവിധം വിച്ചുവിനെ കോളേജിലേക്ക് വിട്ട് റൂമിലെത്തി കലണ്ടറിൽ നോക്കിയപ്പോഴാണ് എല്ലാ മാസവും വരുന്ന ആള് ഒരാഴ്ച കഴിഞ്ഞിട്ടും എത്തിയില്ല എന്ന് മനസ്സിലായത്. അറിയാതെ തന്നെ കൈ വയറിലേക്ക് പോയി. ആനിവേഴ്സറി രാത്രിയായിരുന്നു അവൾക്ക് ഓർമ്മ വന്നത്. പിന്നീട് സിദ്ധു വരുന്നത് കാത്തു നിൽക്കാതെ വീടിനടുത്തുള്ള മെഡിക്കൽ ഷോപ്പ് വരെ നടക്കുമ്പോൾ തൻ്റെ സംശയം ശരിയായിരിക്കണേ എന്ന് മാത്രം അവൾ പ്രാർത്ഥിച്ചു. പ്രഗ്നൻസി കാർഡിൽ കണ്ട 2 വര ലോകം കീഴടക്കിയ സന്തോഷം കൊടുത്തുവെങ്കിലും സിദ്ധു എന്തു പറയുമെന്ന് വിചാരിച്ച് ഉള്ള സമാധാനം പോയി പെണ്ണിൻ്റെ. അവൻ പലതവണ പറഞ്ഞ കാര്യമാണ്, ക്ലാസ്സൊക്കെ കഴിയാതെ ഇപ്പോഴേ ഒരു കുട്ടി വേണ്ട എന്ന്. പക്ഷേ ഒരു നിമിഷത്തെ അശ്രദ്ധ. അവൻ കുഞ്ഞിനെ വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ തനിക്ക് ഒരു ജീവിതമില്ല എന്ന് തന്നെ ഉറപ്പിച്ചു അവൾ. കാരണം അൺഎക്സ്പെക്റ്റഡായി കിട്ടിയതാണെങ്കിലും ആ കുഞ്ഞിനെ കുറഞ്ഞ നിമിഷങ്ങൾ കൊണ്ട് തന്നെ അവൾ അത്ര സ്നേഹിച്ചിരുന്നു.